എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം നാളെ നമ്മളുടെ സനമോളുടെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആഘോഷങ്ങളെക്കാൾ ഉപരി നമ്മൾ ആ ദിവസം ഓർത്തിരിക്കണം അല്ലേ. അങ്ങനെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് കേട്ടോ. അപ്പം നിസാറിക്ക പറഞ്ഞ് കുറച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ട് നീ കുറച്ച് മധുരം ഉണ്ടാക്കിത്താ, സേമിയ പായസമോ അടപ്പായസമോ ഏതെങ്കിലും നിനക്ക് സൗകര്യമുള്ളത് ഉണ്ടാക്കിത്താന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എങ്കിൽ പിന്നെ എപ്പോഴും നമ്മൾ സേമിയൊക്കെ അല്ലേ ഉണ്ടാക്കണത്, അടപ്പായസം തന്നെ ആകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പം നിസാറിക്കാൻ സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് തന്നു. അപ്പം എന്താ അടപ്പായസം ഉണ്ടാക്കാനായിട്ട് പോവാണ്. ശരിക്കും നമ്മൾ ഈ ബർത്ത്ഡേ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ഈ കൊച്ചു കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമല്ലേ. എന്നെ സംബന്ധിച്ച് ഞങ്ങളുടെ വീട്ടിലെ ആദ്യത്തെ കൊച്ചുമോളല്ലേ സനമോള്. അപ്പം അതിൻ്റെതായ ഒരു സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ്. സേമിയ പായസം ആകുമ്പോഴേക്ക് പെട്ടെന്ന് ജോലി കഴിയും. അടപ്രഥമനാകുമ്പോഴേക്ക് അതിൻ്റെതായ സമയം എടുത്തു വേണ്ടേ ഉണ്ടാക്കാൻ. നമുക്കിപ്പോൾ ഇങ്ങനെ വീഡിയോയിൽ പെട്ടെന്ന് ഇങ്ങനെ കാണിച്ചു പോയാലും അതിന് കുറച്ച് സമയമൊക്കെ എടുക്കുമല്ലേ. ഇപ്പം ചൗരിയൊക്കെ ഞാനൊന്ന് വേവിച്ചിട്ട് അതിതാ ഒന്ന് വാഷ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് റെസിപ്പി മുമ്പൊക്കെ ഞാൻ കാണിച്ചിട്ടുള്ളത് കൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പം കാണിക്കുന്നില്ല. അപ്പോൾ ഇത് നല്ല തണുത്ത വെള്ളം ഒഴിച്ചൊന്ന് വാഷ് ചെയ്തിട്ട് ഇതുപോലെ ഒക്കെയാണ് ചെയ്യണത് കേട്ടോ. ചൗരിയൊക്കെ എപ്പോഴും ഞാനിങ്ങനെയാണ് ഈ ഒരു രീതിയിലൊക്കെയാണ് ചെയ്യണത്. നിങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യണമെന്ന് കൂടി കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ശർക്കര എനിക്ക് വെള്ള ശർക്കരയാണ് കിട്ടിയത്, അത് ഞാൻ ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം സനമോളുടെ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ഇവിടെ നിസാറിക്കടുത്ത് പറഞ്ഞ് നമ്മുടെ വേണ്ടപ്പെട്ടവരെയൊക്കെ വിളിച്ച് ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്ത് അത് നല്ല രീതിയിലൊക്കെ നടത്തണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിസാറിക്ക എന്നെ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു വീഡിയോ കാണാനിടയായി കേട്ടോ. അപ്പോൾ നിസാറിക്ക് എന്നെ കൊണ്ടുവന്ന് ആ വീഡിയോ കാണിച്ചു. 24 ന്യൂസിൽ വന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ അത് കാണിച്ചപ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ എൻ്റെ മനസ്സിനെ അതൊരു വല്ലാതൊരു എന്താ പറയുക, നമുക്ക് മനസ്സിൽ തട്ടും എന്ന് പറയത്തില്ല, അങ്ങനെ ഒരു ചിന്ത വന്ന്. അപ്പം നിസാറിക്ക് പറഞ്ഞു നമ്മൾ ആഘോഷിക്കുന്നതിനേക്കാളേറെ ഇപ്പം നമുക്ക് അവരെ പോയി കാണുന്നതല്ലേ ഉത്തമം എന്ന് പറഞ്ഞു. അപ്പം എനിക്കും അത് ശരിയാണെന്ന് തോന്നി. പിന്നെ നമ്മുടെ സൽമാൻ പറഞ്ഞു എന്തായാലും ഉമ്മ ഈ ഒരു ബർത്ത്ഡേ എന്ന് പറയുന്നത് ഇപ്പൊ സനമോള് നാളെ ഇത് ഓർക്കാനൊന്നും പോകുന്നില്ല, കാരണം അവൾക്ക് 1 വയസ്സേ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം അതൊക്കെ ആലോചിച്ചപ്പോഴേക്ക് ശരിയാണെന്ന് തോന്നി. അപ്പം നമ്മളുടെ അട ഞാൻ വാഷ് ചെയ്യണേ കേട്ടോ. നല്ല തണുത്ത വെള്ളം ഒഴിച്ച് നമ്മൾ അതിൻ്റെ ആ ഒരു സ്റ്റാർച്ചൊക്കെ പോത്തക്ക രീതിയിൽ കഴുകിയെടുക്കും. പിന്നെ ഈ അണ്ടിപ്പരിപ്പും കിസ്മിസും എല്ലാം നമ്മൾ ഇതുപോലെ കഴുകിയെടുക്കുകയാണ് ചെയ്യണം. അതിൽ നിറച്ച് അഴുക്കുണ്ടാവും കേട്ടോ. എനിക്ക് സമയം കിട്ടുന്നതനുസരിച്ച് ഇപ്പം കിസ്മിസൊക്കെ ആണെങ്കിൽ കുറച്ചധികം വാങ്ങിച്ചിട്ട് കഴുകിയിട്ട് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയിട്ടാണ് ഞാൻ കുപ്പിയിലിട്ട് വെക്കണത് കേട്ടോ. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉമ്മ പായസം ഉണ്ടാക്കിയത് കാണിച്ചില്ലേ, അപ്പോഴാണ് ഉമ്മ ഇൻസ്റ്റന്റ് ആയിട്ടാണ് കഴുകിയിട്ട് ഇത് വെക്കുന്നത്. പക്ഷെ കാഷ്നട്ട് ഞാൻ വാഷ് ചെയ്യാറില്ലായിരുന്നു. പക്ഷെ ഉമ്മ പറഞ്ഞ് അത് വാഷ് ചെയ്തപ്പോഴാണ് ശരിക്കും ആ കാഷ്നട്ടിൽ എന്തുമാത്രം അഴുക്കുണ്ടെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നത്. അപ്പൊ ഇപ്പം ഞാൻ ഇതുപോലെ കാഷ്നട്ട് ആയാലും കഴുകി തന്നെ എടുക്കത്തുള്ളൂ കേട്ടോ. പിന്നെ ഇതിപ്പം വലിയൊരു എൻ്റെ ഒരു ബിരിയാണി ചെമ്പാണ് കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നണതാണ്. അപ്പൊ അതിലെ ഇപ്പൊ കുറച്ച് അധികം ഉണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്ര വലിയൊരു ചെമ്പിൽ തന്നെ അത് ഉണ്ടാക്കിയെടുക്കണം. പിന്നെ നിസാറിക്കക്ക് കൊണ്ടുപോകാൻ സൗകര്യത്തിന് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ ഇതൊന്നും നമ്മളിപ്പം ആദ്യമായിട്ട് ചെയ്യുന്നതല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതൊക്കെ നല്ല എളുപ്പമാണ്. കാരണം മുൻപൊക്കെ എപ്പോഴും ചെയ്തിരുന്നതാണ്. പിന്നെ കൈവേദനയൊക്കെ വന്നിരുന്ന ആ ഒരു സമയത്താണ് പിന്നെ കുറച്ച് ഒന്ന് പിന്നിലേക്കായതെന്ന് തന്നെ പറയാമേ. പക്ഷെ എന്നാലും എൻ്റെ മനസ്സിൽ എല്ലാവർക്കും ഇതുപോലെയൊക്കെ ചെയ്തു കൊടുക്കണം എന്നുള്ളത് തന്നെയായിരുന്നു. അപ്പം നിസാറിക്ക് പറയുന്നുണ്ട് നിന്റെ സൗകര്യത്തിനനുസരിച്ച് ചെയ്താൽ മതി, കാരണം നിസാറിക്കൊക്കെ അറിയാം വേദന വന്ന് ഞാൻ ഇവിടെ കിടന്ന് പൊളയുന്നതൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു ഒരു പ്രശ്നമില്ല, നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടില്ല. അപ്പം ശർക്കരയും നമ്മൾ എത്ര നല്ല ശർക്കരയാണെങ്കിലും ഇതുപോലെ ഉരുക്കിയിട്ട് അരിച്ച് തന്നെ എടുക്കണം, അല്ലെങ്കിൽ അഴുക്കുണ്ടാവും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ആ ഒരു വീഡിയോയുടെ ഡീറ്റെയിലും ഇനി ഇൻഷാല്ലാ ഞങ്ങൾ പോകാനിരിക്കുകയാണ്. അപ്പോൾ പോവുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിലും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതേ നമ്മളുടെ ചൗരിയും കൂടി ഞാൻ കഴുകി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. പക്ഷേ എനിക്ക് ഒരു ഇഷ്ടക്കേട് തോന്നി എന്താണെന്നറിയാവോ, വെള്ള ശർക്കരയായിപ്പോയി കേട്ടോ. വെള്ള ശർക്കര ആകുമ്പോൾ ഉള്ള ഇതെന്ന് വെച്ചാൽ മധുരം മുന്തി നിൽക്കുന്നുണ്ട്, പക്ഷെ കളർ ഉണ്ടാവണില്ല. പിന്നെ ഏലക്ക നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ പഞ്ചസാര ചേർത്താണ് ഇതാ പൊടിച്ചെടുത്തത് കേട്ടോ. ഇപ്പം കഴിഞ്ഞോണം പൊടിച്ചെടുത്തപ്പോഴേക്ക് ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞ് ഇത് ഏലക്കയ്ക്കൊപ്പം ഇച്ചിരി പഞ്ചസാര കൂടെ ഇട്ട് പൊടിച്ചെടുക്കുക, അതാണ് നല്ലതെന്ന്. അപ്പം അങ്ങനെ തന്നെ പൊടിച്ചെടുത്ത് അതും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ പാല് തേങ്ങാപ്പാലാണ് കേട്ടോ, പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിപ്പോൾ 2ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് അതിൽ കിടന്ന് അതുകൊണ്ടാണ് ഈ കളറില്ലാത്തത്. എനിക്ക് സത്യം പറഞ്ഞാൽ കളറുള്ള പായസമാണ് ഇഷ്ടം കേട്ടോ, അടപ്രഥമൻ. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ്? നല്ല അടപ്രഥമൻ നല്ലൊരു കളറുള്ളതാണോ ഇഷ്ടം, അതേ ഇതുപോലെ വെള്ള കളറിലിരിക്കുന്നതാണോ?
പിന്നെ അതൊന്ന് ഇളക്കി കൊടുത്ത ശേഷമാണ് ഞാൻ പിന്നെ ഇത് ക്യാമറ ഓഫ് ചെയ്തിരുന്നു. പിന്നെ ലാസ്റ്റാണ് ഞാൻ ഈ കട്ടി തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണത് കേട്ടോ. അപ്പം ഇതൊക്കെ നമുക്കൊരു അളവുണ്ട്, അതിനനുസരിച്ച് ഞാൻ അതുകൊണ്ടാണ് അളവും കാര്യങ്ങളും ഒന്നും പറയാത്തത്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പം ഇതാ കുറച്ചധികം അണ്ടിപ്പരിപ്പ് തന്നെ, നമ്മൾ ഇത്രയും ക്വാണ്ടിറ്റി ഉള്ളതല്ലേ, അപ്പം ഇത്രത്തോളം പലർക്കും കാണുമ്പോൾ തോന്നും ഇത്രയൊക്കെ വേണമെന്ന് തോന്നും. അത് അത്രയും ഉള്ളത് കൊണ്ടാണ് അത്രയധികം എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ കിസ്മിസും ഒക്കെ ചേർത്തിട്ട് നമുക്കിനിയിപ്പം ഇതൊന്ന് മൂപ്പിച്ചിടാം. പിന്നെ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർക്കാത്തത്. ശരിക്ക് നമ്മുടെ അടപ്രഥമനിൽ തേങ്ങാക്കൊത്തൊക്കെ വറുത്തിടുമ്പം അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. അപ്പം അതാ നിസാറിക്ക് അവൻ നിൽക്കുന്നുണ്ട് ഇത് കൊണ്ടുപോകാനായിട്ട്. അപ്പം ചൂടോടുകൂടി തന്നെ ഇത് മക്കൾക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ്. എന്തായാലും എല്ലാവരുടെയും പ്രാർത്ഥനയാണ് നമുക്ക് വേണ്ടത്. അപ്പം ഇത് ഞാൻ പാക്ക് ചെയ്ത് കൊടുത്തു വിടണേ. നട്ടപ്പാതിര 12 മണിയാവാൻ 5 മിനിറ്റ്. ഇപ്പോൾ സുൽത്താൻ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ കിടക്കരുത് കേട്ടോ, അമ്മ കിടക്കരുത് കേട്ടോ. ഇപ്പോൾ ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്, എത്തുന്നു. സലു എനിക്ക് കാവലിരിക്കുകയാണ്. എല്ലാവരും നല്ല ഉറക്കമായി. അട്ടപ്പാതിരാക്കി സനമോൾക്ക് കേക്ക്. നേരെ ഇപ്പം ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കാൻ പോവാണ്. അങ്ങനെ എപ്പോഴും എഴുന്നേൽക്കുന്നതിനേക്കാളും നേരത്തെ തന്നെ എഴുന്നേറ്റു. അപ്പം ഞാൻ നോക്കുമ്പോഴേക്കുണ്ട് ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു. ഉമ്മയും ഞാനും ഒരുപോലെയാണ് കേട്ടോ. നമുക്ക് എന്തെങ്കിലും കാര്യം ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളുടെ ഉറക്കമൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ട് ആ ഒരു ചെയ്ത് തീർക്കേണ്ട ജോലികൾ കഴിഞ്ഞിട്ടേ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇന്നിപ്പം നമ്മൾ എല്ലാവരും ഉള്ളപ്പോഴേക്ക് കുറച്ചധികമായിട്ട് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചിട്ട് 2-3 ട്രിപ്പായിട്ട് ഇത് ഉണ്ടാക്കാം. അപ്പം ഞാൻ അങ്ങനെ അതിങ്ങനെ കുഴച്ചെടുത്ത് ആദ്യത്തതെല്ലാം ഇതുപോലെ സെറ്റാക്കാനായിട്ട് ആവിയേറ്റാനൊക്കെ എടുത്തു വെച്ചു. അപ്പോൾ അത് ആവി കയറുന്ന സമയം കൊണ്ട് അടുത്തത് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ നമ്മളെപ്പോഴും കാണിക്കുന്നതായതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നെ അതൊന്നും കാണിക്കാത്തത്. അപ്പോൾ ഈ ഇടിയപ്പം റെഡി ആയത് ഞാൻ ഇതാ എടുത്ത് മാറ്റി വെച്ചു. ശരിക്കും ഇങ്ങനെയൊക്കെ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ അതൊരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഇടിയപ്പം ഞാൻ മാറ്റി വെച്ച ശേഷം ഞാൻ ഇതിനിടെ പത്തിരിക്ക് കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അഗാറയുടെ സ്റ്റാൻഡ് മിക്സറിലാണ് ഇതിനിപ്പോൾ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാവുമ്പോഴേക്ക് സത്യം പറഞ്ഞാൽ ഒരാളിൻ്റെ പണി നമ്മുടെ അഗാറോ ചെയ്തു തരും കേട്ടോ. അപ്പം കുറച്ച് കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഞാൻ ഇതിലെയാണ് ആശ്രയിക്കുന്നത്. അപ്പം പിന്നെ ഈ ഒരു നമ്മളുടെ തവ ഇതും ഭയങ്കര യൂസ്ഫുള്ളാണ് എനിക്ക്. കാരണം 4 എണ്ണം ഒരേ സമയം, നല്ല വലിപ്പമുള്ള പത്തിരി തന്നെയാണ്, 4 എണ്ണം ഒരേ സമയത്ത് നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പം ചെറിയ നമ്മൾ തവയൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് വരും. എത്ര എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ അടുത്ത് നിൽക്കും. പിന്നെ നമ്മുടെ സൽമാന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പലഹാരമാണ് ഈ നൈസ് പത്തിരി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ മട്ടൻ കറി ഉണ്ടാക്കുകയാണ്. അപ്പോൾ മട്ടൻ ഇന്നലെ തന്നെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രീസറിൽ നിന്ന് ഞാൻ രാവിലെ തന്നെ ഇത് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മട്ടൻ കറി ആകുമ്പോൾ പ്രഷർ കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് റെഡിയായി കിട്ടുമല്ലോ. അപ്പം അതും ഒരു സൈഡ് എല്ലാം ഇങ്ങനെ ഒതുക്കി വരണം എന്ന് തന്നെ പറയാം. പിന്നെ നമുക്ക് മെയിനായിട്ട് എന്ത് വേണം, പായസം വേണ്ടേ. അപ്പം ഇന്നിപ്പം ഞാൻ എളുപ്പത്തിലുള്ള പായസം ഉണ്ടാക്കണം കേട്ടോ. അപ്പം ആദ്യം തന്നെ നെയ്യിലേക്ക് നമ്മളുടെ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഒന്ന് വറുത്ത് കൊടുക്കുകയാണ്. അപ്പം ഇന്ന് നമ്മുടെ സേമിയ പായസമാണ് ഞാൻ ഉണ്ടാക്കാനായിട്ട് പോണത് കേട്ടോ. അപ്പം നിങ്ങൾക്കൊക്കെ ഏത് പായസമാണ് ഇഷ്ടം ശരിക്കും പറഞ്ഞാൽ? അടപ്രഥമനാണോ, അതേ കടലപ്പരിപ്പ് പ്രഥമനാണോ, ഇത് സേമിയ പായസമാണോ? എനിക്കിഷ്ടം അടപ്രഥമനാണ് കേട്ടോ. അത് നല്ല ഈ ബോളിയുടെ, നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ബോളിക്കൊപ്പം പായസം തരത്തില്ലേ, അത് സേമിയ പായസമാണല്ലോ. പക്ഷെ എനിക്ക് അടപ്രഥമൻ്റെ കൂടെ ബോളി കഴിക്കാനാണ് എനിക്കിഷ്ടം കേട്ടോ. നിങ്ങൾക്കൊക്കെയോ? അതുപോലെ എനിക്കൊന്ന് നമ്മളുടെ ഇതിനിടെ ഞാൻ സേമിയ ഇട്ടിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് പഞ്ചസാര തിളപ്പിച്ച വെള്ളമാണ് ഈ അരിച്ചൊഴിക്കുന്നത് കേട്ടോ. നമ്മളുടെ തിരുവനന്തപുരത്തൊക്കെ ഉള്ളൂ എന്ന് തോന്നുന്നു കല്യാണത്തിന് ഇതുപോലെ ബോളി വിളമ്പുന്നത്. മറ്റ് ജില്ലകളിലൊക്കെ അതുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്.
അപ്പോൾ ഇതിനിടയിൽ മട്ടൺ റെഡി ആയപ്പോഴേക്ക് ഞാൻ വലിയൊരു പാനിലേക്ക് ഇത് മാറ്റി. കാരണം മറ്റതിൽ എനിക്ക് ഇളക്കാൻ ഒരു സൗകര്യക്കുറവ് തോന്നിയതുകൊണ്ട് ഞാൻ പിന്നെ ഇതിലേക്ക് മാറ്റിയിട്ട് എല്ലാം കൂട്ടിയിട്ട് ഒന്ന് ഇളക്കിയെടുക്കുകയാണ്. ഇനി ഇതിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പം നമ്മളുടെ മട്ടൻ കറിയും റെഡിയാവും. അപ്പോൾ ഇതിനിടയിൽ ചിക്കൻ മസാലയൊക്കെ പെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കനും ഇനിയിപ്പോൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, മറ്റാരെയും നമ്മൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നില്ല, നമ്മളുടെ വീട്ടുകാർ മാത്രം ഉള്ള ഒരു കാര്യമാണ്. അപ്പം ഇതാ ഏലക്കപ്പൊടിയൊക്കെ ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പം നമ്മളുടെ എണ്ണ ചൂടായപ്പോഴേക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ളത് റെഡിയാക്കുകയാണ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ കാപ്പി കുടിക്കുന്ന സമയത്തെല്ലാം റെഡിയായി വരണമല്ലോ. അപ്പം എനിക്കാണെങ്കിൽ അങ്ങനെയാണ് കേട്ടോ, നമ്മൾ ഈ കഴിക്കുന്ന സമയത്ത് ചൂടോട് കൂടിയിട്ട് എല്ലാം വിളമ്പാനാണ് എനിക്കിഷ്ടം. അതിന് എത്ര പേരുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ് എനിക്കിഷ്ടം കേട്ടോ. അപ്പം പായസത്തിലേക്കുള്ള ബദാമാണ് ഞാൻ ഈ അരിഞ്ഞെടുക്കണത്. ഇവിടെ സേമിയ പായസമാണെങ്കിൽ നിറയെ ബദാം ഇടണം കേട്ടോ. നിസാർക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം അങ്ങനെ ഇതേ ബദാം ഞാൻ ഇതിനിടയിൽ ചൂടുവെള്ളത്തിൽ കുതിർത്തെടുത്ത ബദാമാണ് കേട്ടോ. അതിനെല്ലാം കട്ട് ചെയ്ത് അതെല്ലാം ഇതിനിടെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ബദാമും ഈ പായസത്തിലേക്ക് ഇട്ടു. അപ്പോൾ ചുരുക്കം പറഞ്ഞ ഒരു ബദാം പായസം തന്നെ പറയാം കേട്ടോ. കുടിക്കുമ്പം ഈ ബദാമും സേമിയും അണ്ടിപ്പരിപ്പും ഒക്കെ കൂടെ ചേർന്ന് സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പം നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ. ഇതിനിടയിൽ ഇവരവിടെ ബലൂണും, അതായത് സുൽത്താൻ്റെ കയ്യിൽ ഈ ബലൂൺ വീർപ്പിക്കുന്ന സാധനമൊക്കെ ഉണ്ട്, അതൊക്കെ വെച്ചിട്ട് ബലൂണൊക്കെ വീർപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം ആയപ്പോഴേക്ക് ഞാനെല്ലാം ഇവിടെ കൊണ്ടുവച്ചു. ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ. അപ്പം നിസാർക്ക് ആദ്യം കഴിച്ചിട്ടങ്ങ് എഴുന്നേറ്റ് കേട്ടോ. നിസാർക്കൊക്കെ അത്ര വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ സേമിയ പായസം എടുത്തു. അങ്ങനെ ഇപ്പോൾ ഇവർ ബലൂണെല്ലാം വീർപ്പിച്ച് വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ ഇതേ നമ്മുടെ സനമോള നിർത്തിയിട്ട് 1-2 ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്തു. ഇതൊക്കെ കണ്ടിട്ട് അവൾക്ക് ഇങ്ങനെ ബലൂൺ ഇങ്ങനെ തട്ടിക്കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് ഭയങ്കര ഒരു അതിശയം തോന്നുന്നുണ്ട്. അപ്പം നമ്മളുടെ സുലുവും റിച്ചുവും ഫോൺ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം വീഡിയോ കോൾ ചെയ്യുമ്പോഴേക്ക് അവർ പറഞ്ഞു ബലൂൺ മാത്രമേ ഉള്ളൂ. അപ്പം സുൽത്താൻ പറഞ്ഞു, ഉമ്മ എൻ്റെ ഡ്രോയ്ക്കകത്ത് കുറച്ച് സാധനങ്ങളുണ്ട്, അതെടുത്തിട്ട് എങ്ങനെയാന്ന് വെച്ചാൽ ഒന്ന് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഈ സുലു ആണെങ്കിൽ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്ന ഒരാളാണ് കേട്ടോ. അങ്ങനെ നിസാർക്കയും ഇവരൊക്കെ മേഖലയിൽ പോയി സുലുവിന്റെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ ഒന്ന് ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്യണേ. ഒരു ചുമ്മാ ചെറിയൊരു ബർത്ത്ഡേ ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്ത കാര്യങ്ങളാണ് കേട്ടോ. അപ്പോഴേക്കുണ്ട് ഇത് കണ്ടപ്പോഴേക്ക് സുൽത്താൻ ഭയങ്കര സന്തോഷമായി കേട്ടോ. സുൽത്താൻ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. ആ ക്യാപ്പ് പോലും സുൽത്താൻ സൂക്ഷിച്ചു വെച്ചിരുന്നതാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഒരൊറ്റ സാധനം സുലു കളയത്തില്ല. അപ്പൊ ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നതെന്ന്. പക്ഷെ ഇപ്പോഴാണ് അതിൻ്റെ ആ ഒരു ഇത് മനസ്സിലാവണത്. ഇതുപോലെ ആവശ്യങ്ങൾ വരുമ്പോഴേക്കൊക്കെ ഇത് ഉപകരിക്കുമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മളുടെ സൽമാൻ ഓർഡർ ചെയ്ത കേക്ക് ഇതാ കൊണ്ടുവന്നു. നല്ല രസമുണ്ട് കേട്ടോ കേക്ക് കണ്ടിട്ട്. സിമ്പിളായിട്ടുള്ള ഒരു കേക്കാണ്. ഇതാണ് സൽമാൻ സനമോൾക്ക് കൊണ്ടുവന്നത്. അപ്പം നമ്മളുടെ റിച്ചു കൊച്ചായും സുൽത്താൻ കൊച്ചായും ഒക്കെ ഇന്നലെ സർപ്രൈസ് ആയിട്ട് അവരുടെ ഒരു കോൺട്രിബ്യൂഷനായിട്ട് കേക്ക് കൊടുത്തു വിട്ടത് ഞാൻ പറഞ്ഞില്ലേ ഇന്ന് കാണിക്കാന്ന്. അപ്പൊ ആ കേക്കാണ് ദാ ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. ഇതാ കണ്ട, നല്ല ക്യൂട്ടായിട്ടുള്ള, അതും വളരെ ചെറിയ ഒരു കേക്കാണ്. ഇതൊക്കെ കണ്ടപ്പോഴേക്ക് അവർ വീഡിയോ കോളിലാണെങ്കിൽ അവർക്ക് ഭയങ്കര വിഷമം കേട്ടാ. കാരണം ഇവിടെ വന്ന് ഇതിൽ ചേരാനായിട്ട് പറ്റിയിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ സനമോളെ കൊണ്ട് ഇതാ ഒന്ന് കേക്ക് കട്ട് ചെയ്യിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ ഒരു സന്തോഷം. അപ്പൊ കേക്ക് കട്ട് ചെയ്തുകൂടാ, നമ്മളങ്ങനെ കട്ട് ചെയ്യത്തില്ല എന്നൊക്കെ ഇനിയിപ്പോ പലരും പറയും. അതെല്ലാം നമുക്കറിയാം. അപ്പൊ ആ കുഞ്ഞിന്റെ ഒരു സന്തോഷം അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിന് മറ്റൊരർത്ഥമൊന്നും കാണേണ്ട ആവശ്യമില്ല കേട്ടോ. എന്തായാലും അവൾക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. കാരണം ഇത്ര കൊച്ചു കുഞ്ഞാണെങ്കിലും അവൾക്കും കാര്യങ്ങളെല്ലാം അറിയാം. അപ്പൊ ഈ ഒരു ചുരുങ്ങിയ നിമിഷത്തിനുള്ളിൽ തയ്യാറാക്കിയ സംവിധാനങ്ങളാണ് ഈ കാണുന്നത്. അപ്പം എനിക്ക് അതിനേക്കാൾ ഏറെ സന്തോഷം. കാരണം ഞാൻ വല്ലാതെ ആഗ്രഹിച്ചിരുന്ന ഒന്നാണ്. നമ്മളുടെ ആദ്യത്തെ കൺമണിയല്ലേ നമ്മളുടെ സനമോൾ എന്ന് പറയുന്നത്. അപ്പൊ അതിനൊരു പ്രത്യേകത എന്തായാലും ഉണ്ട്. ഇനി എത്ര മക്കൾ വന്നാലും സനമോൾക്ക് കിട്ടുന്ന ആ ഒരു ആ ഒരു സ്ഥാനം അത് പ്രത്യേകത തന്നെയാണ്. അപ്പൊ ഞാൻ പറയുന്നത് ശരിയല്ലേ? അതുപോലെ തന്നെ ഈ മാസം ബർത്ത്ഡേ ആഘോഷിക്കുന്ന എത്ര പേരുണ്ട് ഒന്ന് കമന്റ് ചെയ്യട്ടെ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഈ വായിക്കുന്നവർക്ക് അറിയാൻ പറ്റുമല്ലോ എത്ര ആൾക്കാരുണ്ട് ബർത്ത്ഡേ ആഘോഷിക്കുന്നവരെന്ന്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇതൊക്കെ എനിക്ക് ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം ഇതൊക്കെ നല്ല നല്ല ഓർമ്മകളാണ്. പണ്ട് ഇതുപോലെയുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തത് കൊണ്ടാണ് പലപ്പോഴായിട്ട് ഇപ്പം സൽമാന്റെ സുൽത്താന്റെ ഒക്കെ ബർത്ത്ഡേ വരുമ്പോൾ നമുക്കത് പോസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ പറ്റുന്നത്. അപ്പൊ അവരാ വളർന്നു വരുന്ന ടൈമല്ലേ, അതൊക്കെ അടിപൊളിയാണ്.
ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അവിടെയൊക്കെ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ അവർ അതിൽ അഡ്രസ്സോ ഫോൺ നമ്പറോ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ നിസാർക്കടുത്ത് ചോദിച്ചു എവിടെയാണ് പോകുന്നതെന്ന് നമുക്ക് ഒരു ധാരണയുണ്ടല്ലോ, അതറിയാവോ അഡ്രസ്സ്? അപ്പം നിസാർക്ക പറഞ്ഞു എന്തായാലും ഭീമാവള്ളി എന്ന് അറിയാമല്ലോ സ്ഥലം. അപ്പം നമുക്ക് നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ അല്ലേ, അപ്പം പിന്നെ ആരെടുത്തെങ്കിലും ഒക്കെ ചോദിച്ച് നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാം. അതൊന്നും നമ്മളിപ്പം അതിനെക്കുറിച്ച് നമ്മൾ അറിയാവേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ 24-ൽ വന്ന ആ ഒരു ക്ലിപ്പിംഗ് ഞാൻ കാണിച്ചു തരാം. വിവിധ രോഗം ബാധിച്ച അബ്ദുൾ ഷുക്കൂറും ഭാര്യയും 2 മക്കളും ചികിത്സയിലാണ്. തലച്ചോറ് ചുരുക്കം, നട്ടെല്ലിന് ബലക്കുറവ്, ശ്വാസം മുട്ട്, ഒപ്പം അൽഷിമേഴ്സിന്റെ തുടക്കം. ഈ ജീവിതം, എൻ്റെ മക്കളും ഭാര്യയുടെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മരണപ്പെട്ടു പോയാൽ എൻ്റെ ഭാര്യ മക്കളെ കാണും. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നത് നിസാർക്ക് ഒരാളുടെ അടുത്ത് ചോദിച്ചപ്പോഴേക്ക് ആളിനെ മനസ്സിലായി. അപ്പോൾ പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ അല്ല, കുറച്ച് അങ്ങോട്ടേക്ക് പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പം ഇനിയിപ്പം നമ്മൾ മുന്നോട്ടേക്ക് പോകാനായിട്ട് പോവാണ്. ശരിക്കും ഇവർ ഫോൺ നമ്പറോ അല്ലെങ്കിൽ അഡ്രസ്സോ ഒക്കെ കൊടുത്തിരുന്നെങ്കിൽ വരുന്നവർക്ക് അത്ര ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഇപ്പം ഇതിനിടയിലും 1-2 പേരെടുത്ത് അന്വേഷിച്ചപ്പോഴേക്ക് അവർ പറഞ്ഞ് മുന്നോട്ടേക്കാണ് പോകേണ്ടതെന്ന് പറഞ്ഞ് അങ്ങനെ ഇപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. പിന്നെ ചിലരെടുത്ത് ചോദിക്കുമ്പോഴേക്കും അവർക്ക് അറിയത്തില്ല എന്ന് പറയുന്നവരുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇവിടെ കുറച്ച് പേര് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം നിസാർക്കെന്ന് അവരെടുത്ത് ചോദിക്കാൻ പോവുകയാണ് കേട്ടോ, ഇനിയിപ്പോൾ വഴി എങ്ങോട്ടാണെന്നുള്ളത്. ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങിയതാണ്, ട്രാഫിക് കാരണം നമ്മൾ വരാനായിട്ട് ഇപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. അതുകൊണ്ടാണ് ഇപ്പോൾ ഇരുട്ടി വരണം. അപ്പോൾ അതിനിടയിലൊന്ന് കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു കേട്ടോ. അങ്ങനെ ഇപ്പം അവർ പറഞ്ഞ അനുസരിച്ച് അവർ പറഞ്ഞ് അങ്ങോട്ടേക്ക് പോകുമ്പോഴേക്ക് അവിടെ ഒരു പള്ളിയുണ്ട്, പള്ളിയുടെ അടുത്താണെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പം പള്ളിയുടെ അടുത്ത് വന്ന് അന്വേഷിച്ചപ്പം ആ പുള്ളിക്കാരൻ പറഞ്ഞു ഇവിടെയല്ല, കുറച്ചുകൂടി അപ്പുറത്താണെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പം കുറേ ഇതിനിടയിൽ നമ്മളിങ്ങനെ കറങ്ങി കേട്ടോ വീട് കണ്ടുപിടിക്കാനായിട്ട്. അങ്ങനെ കറങ്ങിയെടുത്ത് വന്നപ്പോഴേക്ക് ഇവിടെ ഒരു കട കണ്ടു. അപ്പം നിസാർക്ക് എന്തായാലും അത് അവിടെ പോയി ചോദിക്കുമ്പോൾ എന്തായാലും അറിയാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങോട്ടേക്ക് പോണത്. അപ്പോഴേക്കുണ്ട് വലിയ ഉപകാരം ആ കടയിലുള്ള ഒരാളിനെ അറേഞ്ച് ചെയ്ത് തന്നു. ആ മുൻവശത്തെ സ്കൂട്ടി കൂടെ പോകുന്നത് അദ്ദേഹമാണ് കേട്ടോ, കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വരെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തായാലും വഴി തെറ്റാതെ സ്ഥലത്ത് എത്താനായിട്ട് പറ്റി. അങ്ങനെ ഇപ്പം നമ്മൾ അവരുടെ വീട്ടിലേക്കാണ് പോണത്. അങ്ങനെ ഞാനും നിസാർക്കായേ അങ്ങോട്ടേക്ക് പോയുള്ളൂ. മോളും സനമോളും വണ്ടിയിലിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് കണ്ടപ്പോഴേക്ക് ശരിക്ക് ആ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെയാണ് കേട്ടോ, വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ അവരുടെ മെഡിക്കൽ റിപ്പോർട്ടൊക്കെ കാണിക്കണം. അപ്പം ഞാൻ പറയുന്നുണ്ട് ഇതൊന്നും കാണിക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇല്ല ഇതെല്ലാം ഒന്ന് കാണണം. അപ്പം ഞങ്ങളിങ്ങനെ വന്ന് അവരെ കണ്ടപ്പോഴേക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു വിഷമം തോന്നുന്നുണ്ട് കേട്ടോ. നേരിട്ട് വന്ന് അതിൽ കാണുന്നത് അതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെയാണ് ഇവരുടെ അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ. അപ്പം നമ്മളെ പരിചയപ്പെട്ടപ്പോഴേക്ക് അവർ പറഞ്ഞു അവരുടെ ബാങ്ക് ഡീറ്റെയിൽസും ടെലിഫോൺ നമ്പറും നമ്മളുടെ ചാനലിൽ കൊടുക്കുകയാണെങ്കിൽ വളരെ ഉപകാരമായെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ശരിക്കും അർഹിക്കുന്നവരാണെന്ന് തന്നെ ഞങ്ങൾക്ക് തോന്നി. അതുകൊണ്ട് അത് ഞങ്ങൾ ഷെയർ ചെയ്യാണ്. ഇപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യാമല്ലോ. അപ്പോൾ ഇതാണ് നമ്മളുടെ സനമോളുടെ ബർത്ത്ഡേ വിശേഷങ്ങൾ. അപ്പോൾ ഇവർക്കും നമ്മളുടെ സനമോൾക്കും നമ്മൾക്കും എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണം. അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.